നമസ്കാരം. ഇന്ന് ധന്യമീ ജീവിതത്തിൽ പറയുന്നത് മറ്റുള്ളവർ വിമർശിക്കുന്നത് നമ്മളെയൊക്കെ അസ്വസ്ഥരാക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. വെറുതെ ഓരോരുത്തർ പറയും, വിമർശനം എനിക്കിഷ്ടമാണ്, ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു, പ്രശംസയല്ല വേണ്ടത്, ഇതൊക്കെ വെറുതെ പറയുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരും പ്രശംസയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ വിമർശനം ഇഷ്ടമല്ല, അങ്ങനെ ഒരു ഭീതിയോടുകൂടി ജീവിക്കുന്നവരുണ്ട്. അതിപ്പോ ഏത് ചെയ്താലും വിമർശനം വരും. ഇത് കൂട്ടി നമ്മളൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു പോകുമ്പോഴേക്ക് ഒരു ആളുടെ ഭാഗം നിൽക്കണ്ടേ? ഒരാളുടെ ഭാഗം നിന്നാൽ മറ്റൊരു എതിർക്കില്ലേ? എങ്ങനെ പോയാലും വിമർശിക്കും. ഇന്ന് ആലോചിക്കുന്ന ലോകത്ത് വിമർശനം കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന്. നാം ഏറ്റവും അധികം പറയുന്ന പലവരെയും ലോകത്തെല്ലാവരും അറിയില്ല. ലോകം മുഴുവൻ അറിയുന്ന ഒരാളിപ്പില്ല, ഇവിടെ ഉണ്ടായിട്ടില്ല. വലിയ പ്രവാചകരെയൊക്കെ ലോകം മുഴുവൻ അറിയില്ല. ഇതിഹാസ കഥാപാത്രങ്ങളെ എല്ലാവരും അറിയില്ല. അപ്പൊ എല്ലാവരും അറിയുക എന്നുള്ള കാര്യം നമുക്ക് വിടാം. അറിയുന്നവരുടെ കൂട്ടത്തിൽ എല്ലാവരും വിമർശിക്കപ്പെടും. നിങ്ങളുടെ പരിചയത്തിൽപ്പെട്ട ഒരാൾ വല്ലാതെ ബുദ്ധിമുട്ടി, ആരും സഹായിക്കാൻ തയ്യാറായില്ല. ഇഷ്ടംപോലെ കോടീശ്വരന്മാരൊക്കെ അടുത്തൊക്കെ ഉണ്ട്. അപ്പൊ ഒരാള് തൽക്കാലം ദാഹിക്കുന്നൊരു ഗ്ലാസ് വെള്ളം കൊടുക്കാമല്ലോ നമുക്ക്. ഇന്ത്യയിൽ എല്ലാവർക്കും വെള്ളം കിട്ടാനാണ് ഞാൻ ഓടി കിടക്കുന്നത്. ഒരാൾക്ക് വെള്ളം കൊടുക്കലല്ല, വിമർശനമില്ലേ? ദാഹിക്കുന്ന ആൾക്ക് പോകാൻ വെള്ളം കൊടുത്തിരിക്കുന്നു. ഞാൻ ഓടി നടക്കുന്നതും ഈ സമരം ചെയ്യുന്നൊക്കെ എന്താണ്? ഇന്ത്യക്കാർക്ക് മുഴുവൻ വെള്ളം കിട്ടണം. അപ്പൊ കൺമുന്നിൽ ഒരാളെ സഹായിച്ച ആൾക്ക് വരെ വിമർശനം വരില്ലേ? അങ്ങനെ ഇരിക്കെ ഒരാളെ പൈസ കൊടുത്ത് സഹായിച്ചപ്പോ നല്ലതെന്ന് ആരും പറഞ്ഞില്ല. മടിയന്മാരാക്കുകയാണ് അയാൾ ചെയ്യണത്. കർമ്മോന്മുഖരായിട്ട് ജീവിക്കേണ്ട ചെറുപ്പക്കാർ പണിയെടുക്കാതിരിക്കുമ്പോ അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. പൈസ എൻ്റെ ഇല്ലായിട്ടല്ല, അപ്പോഴും വിമർശനം. ഈ രീതിയിൽ ആലോചിച്ചാൽ ഈ ലോകത്ത് വിമർശനം കേൾക്കാത്ത ആരും ജീവിച്ചിരിപ്പില്ല. ഇങ്ങനെയല്ല വേണ്ടതേ. എന്ത് നല്ല കാര്യം ചെയ്താലും വിമർശനം ഉണ്ടാവും. എല്ലാവരും അംഗീകാരം കിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, പുരാണ കഥാപാത്രങ്ങൾ എടുക്കാം. മനുഷ്യരുടെ കാര്യം എങ്ങനെയാണല്ലോ, ആരും വിമർശിക്കും. പുരാണ കഥാപാത്രങ്ങളെ എടുത്താൽ എല്ലാവരും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയല്ല വേണ്ടത്. ഇത് കർക്കിടക മാസം, രാമായണ മാസത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നത് ശ്രീരാമൻ. ശ്രീരാമനെ അങ്ങോട്ട് ചീത്ത പറയുന്നതിൽ ആകെ 2-3 കാര്യമുണ്ട്. ശ്രീരാമനെ ഇപ്പൊ ആരും രക്ഷപ്പെടുത്താൻ പറഞ്ഞിട്ടില്ല, ശ്രീരാമനും പറഞ്ഞിട്ടില്ല, മറുപടി പറഞ്ഞിട്ടില്ല. ശ്രീരാമൻ ജീവിച്ചിരിക്കുമ്പോൾ ഇതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. നമുക്ക് മറുപടി പറയേണ്ട ബാധ്യതയില്ല. ശ്രീരാമൻ അത് ഇതു ദുഷ്ടനായിരുന്നു, അങ്ങനെയല്ല വേണ്ടിയിരുന്നേ. അങ്ങനെയല്ല വേണ്ടിയിരുന്നേ. ഇതാണ് സീതയ്ക്ക് എത്ര വിമർശന.
സീത കാട്ടിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ആ ലക്ഷ്മണന്റെ ഭാര്യയൊന്നും പോയില്ലോ. മിണ്ടാതെ അവിടെ ഇരുന്നാ പോരെ. വിമർശനം. സുഗ്രീവന് വിമർശനം. ആ ബാലിയെ കൊല്ലാൻ കൂട്ടുനിന്നു, ഒളിയമ്പി ഇത് കൊല്ലാൻ. ബാലിക്ക് വിമർശനം. രാവണന് അതിലേറെ വിമർശനം. രാവണ ചെയ്യാൻ പാടില്ലായിരുന്നു. നമ്മളൊക്കെ കല്യാണപ്പന്തലിൽ പോയിരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞവരുടെ വർത്താനുണ്ട്. ആ ഗോപാലൻകുട്ടി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ വേണ്ടായിരുന്നത്. അതിപ്പോ ഗൾഫിലേക്ക് ഏപ്രിൽ 2-ാം തീയതി തന്നെ പോയോണ്ടല്ലേ സംഭവിച്ച വിമാനാപകടം. 3-ാം തീയതി പോയാൽ എന്താ കുഴപ്പം? 3-ാം തീയതി പോയാൽ ഈ വിമാനാപകടം സംഭവിക്കില്ലല്ലോ. ഇങ്ങനെയല്ല വേണ്ടേ കൈ ഉയർത്തി ഇങ്ങനെ വിമർശിക്കുമ്പോൾ. കൗസല്യക്ക് വിമർശനം, കൈകേയിക്ക് ഇഷ്ടം പോലെ വിമർശനം. കൈകേയിയെ കേടുവരുത്തിയത് മന്ധരയാണെന്നോട് മന്ധരയ്ക്കും വിമർശനം. അപ്പൊ ഒരു വിമർശനവും കേൾക്കാത്ത ഒരാൾ ഇവിടെ ഉണ്ട്. ആ ആളെ കുറിച്ചാ പറഞ്ഞു. ഒരാള് വിമർശിക്കില്ല. പ്രധാന ആളാണ്. വളരെ കർമ്മങ്ങൾ വെറുതെ വീട്ടിൽ കുത്തിരിക്കല്ല, പ്രധാന കർമ്മങ്ങളൊക്കെ ചെയ്ത വ്യക്തിയാണ്. വിമർശനം കേട്ടിട്ടേയില്ല. ഒരു ലേഖനത്തിലും ആ ആളെ വിമർശിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോ നമുക്കൊരു കാര്യം ചെയ്താൽ പോലെ, വിമർശനം ഇഷ്ടമില്ലെങ്കിൽ അയാളെ അനുകരിച്ചാൽ മതിയല്ലോ ആ കാര്യത്തിൽ. അയാളുടെ ജീവിതത്തിൽ അയാളെന്താ ഒരാള് വിമർശിക്കാത്ത ഒരാളോ? അങ്ങനെ ഭാര്യ വിമർശിക്കില്ല. ഭാര്യ വിമർശിക്കാത്ത ഒരു ഭർത്താവ് ഉണ്ടാവില്ല. ഇത് ഒന്നാമത് ഇയാൾക്ക് ഭാര്യ ഇല്ല. വലിയ കാര്യമില്ലേ? ഭാര്യ ഇല്ല വിമർശിക്കാൻ. മക്കള് വിമർശിക്കാത്ത അച്ഛനമ്മമാരുണ്ടാവും. ഏത് മക്കളും അച്ഛനും അമ്മയും വിമർശിക്കും. ഡൈവേഴ്സ് ദിവസം പറയും അച്ഛനും അമ്മയും, ഞാൻ പറഞ്ഞാണ് ഇത് വേണ്ടാന്ന്, ഈ കല്യാണമായി. അച്ഛൻ സമ്മതിച്ചില്ല. അച്ഛൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് കല്യാണം നടത്താമെന്ന് പറഞ്ഞു. അവിടെയും വിമർശനം. ഇപ്പുറത്തോ തക്ക സമയത്ത് അച്ഛനും അമ്മയും ഒന്നും ആലോചിച്ചില്ല കല്യാണക്കാരി, അതുകൊണ്ട് ജീവിതം ഇങ്ങനെയായിപ്പോയി. അവിടെയും വിമർശനം. വിമർശിക്കാത്ത കഥാപാത്രമാണ് ഹനുമാൻ. എന്താ ഹനുമാനെ ആരും വിമർശിക്കാത്ത? അത് വേണ്ടായിരുന്നേ. ഹനുമാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നേ. വിമർശിക്കാതിരിക്കാൻ കാരണം ഹനുമാൻ തന്നെ പറഞ്ഞു, ഞാനൊന്നും ചെയ്തിട്ടില്ല. രാമനാമം ജപിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ധർമ്മം. രാമനിലേക്ക് സമർപ്പിക്കപ്പെട്ടതാണ് എൻ്റെ ജീവിതം. രാമനിലേക്ക് സമർപ്പിക്കപ്പെട്ട ജീവിതമാകുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്തു ചെയ്തു എന്നാ പറഞ്ഞത്? അല്ല, അങ്ങനെ പർവ്വതം പുറത്തിക്കൊണ്ടു, അയ്യോ ആ പ്രശംസ ഞാൻ അറിയിക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാനൊന്നല്ല ചെയ്തത്, രാമനാ ചെയ്തത്. ഞാൻ പർവ്വതം പൊക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവനവൻ ഒരു കാര്യവും ചെയ്തിട്ടില്ലാത്ത രീതിയിൽ സമർപ്പണഭാവത്തോടുകൂടി ജീവിക്കുന്നവരെ എങ്ങനെയാ വിമർശിക്കുക? അവര് ഈ വിമർശനത്തിന് മറുപടിയും പറയില്ല, അത് കേൾക്കൂല. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടൊടുവിൽ വിമർശനം കേട്ടോ എന്നുള്ള വരി അവര് പറയില്ല. കാരണം അവരെ ചെയ്തിട്ടില്ലല്ലോ. ഒരു കർമ്മം ഈശ്വരന്റെ നിയോഗമനുസരിച്ച് ഞാൻ അതിൻ്റെ ഒരു ഭാഗമായി.
അങ്ങനെ ചെയ്യുന്നതാ. അപ്പൊ ആർക്കാ ചീത്തപ്പേര്? മതിലിന്റെ മുകളിൽ നിൽക്കുന്ന കുട്ടിയോട് അച്ഛൻ പറയാണ്, ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് ചാടിക്കോ. ഒന്നും നോക്കാതെ കുട്ടി ചാടും. കാരണം ആരാ? അച്ഛനാ പറഞ്ഞെന്ന്. അച്ഛൻ പിടിക്കുകയും ചെയ്യും, ആ കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞ ഇങ്ങോട്ട് ചാടിക്കോ, അച്ഛൻ പിടിച്ചോളാം, സംശയമില്ല അതില്. അപ്പൊ ആ കുട്ടി കർമ്മം ചെയ്തിട്ടില്ല. ഇതുമാതിരി ഈശ്വരൻ സമർപ്പിച്ച്, ഞാൻ സ്വകാര്യമായിട്ട് പറയാം, ഇഷ്ടദേവതയിൽ സമർപ്പിച്ച്, ഇഷ്ടദേവത ഉപാസന ഉള്ളവർക്ക് എങ്ങനെ കൈ വെക്കണം കാല് വെക്കണം എന്ന് വരെ കാതില് മന്ത്രിക്കും. നമ്മുടെ കാതില് ഇഷ്ടദേവത പറയും ഇങ്ങനെ ചെയ്യൂ. അതിന്റെ നെഗറ്റീവ് ദേവതയുടെയും പേര് പറയാം, കർമ്മ പിശാചിനി എന്നാണ് പറയുക. അതൊരു വലിയൊരു വിഷയമാണ്, എപ്പോഴെങ്കിലും പറയാം. ഇഷ്ടദേവത പറയുന്നു ഇങ്ങനെ ചെയ്തോ, പിന്നെ വിമർശിച്ചാൽ ഇഷ്ടദേവത പറഞ്ഞ അനുസരിച്ചാ ചെയ്തിരിക്കണം. ഏതൊന്നും കാതിൽ ആദ്യം നല്ലതേ പറയുള്ളൂ. തെറ്റായൊരു കാര്യം ചെയ്യുമ്പോ ആദ്യം കാതില് പറയും അത് വേണ്ടാട്ടോ, അത് വേണ്ട. അയ്യോ ഇപ്പൊ ആരാപ്പ് ചെയ്യാത്ത? ഇപ്പൊ ഇവിടെ ഈ നാട്ടിൽ ആരാപ്പ് ഇങ്ങനെയൊക്കെ ചെയ്യാത്ത? അങ്ങനെയൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? ഹനുമാൻ, നിങ്ങള് എത്ര വിമർശിച്ചാലും ഹനുമാനൊന്നും ഉണ്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. രാമന്റെ ഇച്ഛക്കനുസരിച്ച് ജീവിച്ചു. ഇവിടെ രാമൻ എന്നതിന്റെ വ്യാഖ്യാനം നിങ്ങള് യുക്തിന്നോ മനസാക്ഷിന്നോ അങ്ങനെയൊക്കെ പറഞ്ഞാലേ ചിലർക്ക് സമാധാനമാവുള്ളൂ. രാമൻ എന്നൊന്നും പറഞ്ഞാൽ സമാധാനാവില്ല. എന്റെ ശാസ്ത്രബോധം ആയിക്കോട്ടെ, ആ ശാസ്ത്രബോധം എന്ത് പേര് പറഞ്ഞിരുന്നാലും ഒരു വിമർശനവും ഹനുമാനെ കുറിച്ച് പറയാനില്ല. ഞാനിങ്ങനെ കഥാപാത്രങ്ങളെ വിമർശിച്ച് ചിലപ്പോൾ ചില വേദിയിലൊക്കെ സിമ്പോസിയത്തിൽ സംസാരിക്കേണ്ടി വരാറുണ്ട്. ഹനുമാനെ തൊട്ടുള്ള കളി പതിവില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഹനുമാൻ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം ചെയ്തിരിക്കണു, ഒന്നും ചെയ്തിട്ടില്ല. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംവദിക്കുന്നു. നമസ്കാരം.